ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു സീ ഡ്രീം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ യുഎസിനെ പറ്റിയിട്ടാണ്. യുഎസ് ഇപ്പോൾ റിപ്പബ്ലിക്കൻസ് അധികാരത്തിൽ കയറിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ടൈമാണ് വീഡിയോ ചെയ്യുന്നത്. ഇനി മുതൽ ഇമിഗ്രേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ അമേരിക്ക സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അമേരിക്കയിൽ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ അമേരിക്കയിൽ പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ അമേരിക്കയിൽ ടൂറിസ്റ്റ് വിസയിൽ പോകണം, അല്ലെങ്കിൽ അമേരിക്കയിൽ സെറ്റിൽ ആവണം എന്നൊക്കെ സ്വപ്നം കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു സ്വപ്നം ഒരു 4 വർഷത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും നല്ല അടിപൊളി കൺട്രി ചൂസ് ചെയ്യാൻ നോക്കുക. കാര്യം അതുപോലെയാണ് ഇനി ഇമിഗ്രേഷൻ റൂള് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മളിപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് കാലമായി. മറ്റൊന്നുമല്ല, ചാനലിന് ചെറിയൊരു പണി കിട്ടി. പക്ഷേ ഇപ്പോൾ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പരിഗണന, ഒരു പെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഇതിന്ന് ക്യാഷ് ഒന്നും കിട്ടൂല. അതായത് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ഡിസേബിൾ ആയി. സോ ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സന്തോഷിച്ചോളൂ, ഇനി ഈ ചാനലിൽ നിന്ന് ക്യാഷ് ഒന്നും കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. സോ അമേരിക്കയിൽ ഇലക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ റിപ്പബ്ലിക്കൻസ് ആണ് ഭരിക്കുന്നത്. അതായത് ട്രംപ് ആണ് നമ്മുടെ പ്രസിഡന്റ്. അപ്പോൾ ഈ ട്രംപ് പ്രസിഡന്റ് ആയി കഴിഞ്ഞാലും റിപ്പബ്ലിക്കൻസ് അധികാരത്തിൽ വന്നാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ മീൻസ് അങ്ങനെ വലിയ ഇതൊന്നുമില്ല കേട്ടോ. അമേരിക്കക്കാർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും, അതുപോലെ ഫോറിനേഴ്സിന് ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടാവും. അത് മറ്റൊന്നുമല്ല, റിപ്പബ്ലിക്കൻസ് പാർട്ടിക്ക് ഇമിഗ്രൻസിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കയറി പോകാൻ പറ്റുന്ന വിസാസൊക്കെ അവർ കൂടുതലും ടൈറ്റ് ആക്കാനാണ് നോക്കുക. ഇപ്പോൾ ട്രംപ് ഒരു പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 30 ഡേ ഇമിഗ്രേഷൻ റൂള്. അതായത് അമേരിക്കയിൽ വിസയിൽ നിൽക്കുന്ന എല്ലാ ഫോറിനേഴ്സും, അതായത് അമേരിക്കൻ സിറ്റിസൺ അല്ലാത്ത എല്ലാവരും, ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ്, അതുപോലെ വർക്ക് വിസ ഹോൾഡേഴ്സ്, സ്റ്റുഡൻറ് വിസ ഹോൾഡേഴ്സ്, ടൂറിസ്റ്റ് വിസ ഹോൾഡേഴ്സ്, എല്ലാവരും ഇനി മുതൽ 30 ഡേയ്സിൽ കൂടുതൽ അമേരിക്കയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യണം. 14 വയസ്സിന് മുകളിലുള്ള എല്ലാ വിസ ഹോൾഡേഴ്സിനും രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഇപ്പോൾ അമേരിക്കയിൽ ഏകദേശം 34 കോടി ജനങ്ങളുണ്ട്. 34 കോടി ജനങ്ങളിൽ ഏകദേശം 1.25 കോടി ജനങ്ങളോളം ഇല്ലീഗലാണ്. അതായത് ഇപ്പോൾ ഈ മെക്സിക്കോ ബോർഡർ വഴിയും അതുപോലെ കാനഡയിലൊക്കെ പേപ്പർ കഴിഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ അമേരിക്കയിലോട്ട് ചാടിയവരൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഏകദേശം 1.25 കോടി ജനങ്ങൾ അവിടെ ഉണ്ട്. ഇത് ഡെമോക്രാറ്റ്സ് ഭരിക്കുന്ന സമയത്ത് ഇവർക്ക് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒന്നുകിൽ ഇപ്പോൾ റെഫ്യൂജി വിസയിലോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ വിസയിലോ എങ്ങനെയെങ്കിലൊക്കെ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ റിപ്പബ്ലിക്കൻസ് മാക്സിമം എല്ലാവരെയും ഡീപ്പോർട്ട് ചെയ്യാൻ നോക്കുകയാണ്. അതായത് പേപ്പർ ഇല്ലാത്ത എല്ലാവരെയും ഡീപ്പോർട്ട് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത് ഇപ്പോൾ തന്നെ നോർമൽ വർക്ക് പെർമിറ്റിൽ നിൽക്കുന്നവർക്കും, അതായത് ജെനുവിൻ പേപ്പറൊക്കെ കിട്ടിയവർക്കും വലിയ പ്രോബ്ലം വരാൻ ചാൻസ് ഇല്ല. പക്ഷേ അതേ സമയത്ത് തന്നെ ടൂറിസ്റ്റ് വിസയിൽ പോയവർക്കും പേപ്പർ ഇല്ലാതെ നിൽക്കുന്നവർക്കും ഇത് കുറച്ച് പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒന്നാമത് ഇപ്പോൾ നമ്മൾ അമേരിക്കൻ ടൂറിസ്റ്റ് വിസ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ 10 വർഷത്തേക്ക് നമുക്ക് ടൂറിസ്റ്റ് വിസ കിട്ടും. സാധാരണ ഇപ്പോൾ നമ്മൾ ഗൾഫ് കൺട്രീസൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ കൂടുതലും 30 ഡേയ്സ്, 60 ഡേയ്സ്, 1 മാസം 2 മാസം എന്നുള്ള ആ ഒരു കണക്കാണ്. ഷെങ്കൻ വിസ ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ 1 മന്ത് മാത്രമേ നമുക്ക് കിട്ടൂ. പക്ഷേ അമേരിക്കയിൽ ഒറ്റയടിക്ക് 10 വർഷത്തേക്കുള്ള വിസയാണ് കിട്ടുന്നത്. ഈ വിസ കിട്ടിക്കഴിഞ്ഞാൽ 6 മാസത്തോ കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു 6 മന്തോളം അമേരിക്കയിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. ആ സമയത്ത് ഏതെങ്കിലുമൊക്കെ കമ്പനിയിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അതായത് ടൂറിസ്റ്റ് വിസയിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അമേരിക്കയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ എന്നാലും ചെറിയ വേജിനും അതുപോലെ തന്നെ കുറച്ച് റൂറൽ ഏരിയാസിലൊക്കെ പോയിട്ട് ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശമ്പളം കുറവാണെങ്കിലും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് കമ്പനിക്കും വലിയ പ്രോബ്ലം ഇല്ല, അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കും വലിയ പ്രോബ്ലം ഉണ്ടാവുന്നില്ല. പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് ഈ ടൂറിസ്റ്റ് വിസയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ 1 മന്തിൽ കൂടുതൽ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. 1 മന്ത് കൂടുതൽ എന്തിന് നമ്മൾ അവിടെ താമസിക്കുന്നു. ഒന്നാമതേ നമുക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്കൻ വിസ ഇൻ്റർവ്യൂ അത് തന്നെ കുറച്ച് ടൈറ്റാണ്. അത് തന്നെ ഇപ്പോൾ സ്റ്റുഡൻറ് വിസയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് നല്ല രീതിയിൽ പ്രൊഫ്യൂസൽ കിട്ടുന്നുണ്ട്. ഇനി ഇതൊക്കെ പോട്ടെ, നമുക്ക് വിസ കിട്ടിയാൽ നമ്മൾ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇമിഗ്രേഷൻ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ മെയിൻലി അവർ നോക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ അമേരിക്കയിൽ ആവശ്യമില്ലാത്ത ആൾക്കാരെ മാക്സിമം ഡീപ്പോർട്ട് ചെയ്യാന്നുള്ള കേസ് മാത്രമാണ്. പിന്നെ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ നല്ല രീതിയിൽ അങ്ങോട്ട് ചെക്കിംഗ് ഉണ്ടാവും. അതായത് ഇപ്പോൾ തന്നെ നമുക്കറിയാം കാനഡയിലും UK ആയിട്ട് ഒരുപാട് സ്റ്റുഡൻസ് പറയുന്നുണ്ട് ഓവർ ടൈം വർക്ക് ചെയ്തിട്ട്, അതായത് സ്റ്റുഡൻസിന് 20 അവേഴ്സ് മാത്രമേ അവിടെ വർക്ക് ചെയ്യാൻ പറ്റൂ. അതിപ്പോൾ 40 അവേഴ്സോ അല്ലെങ്കിൽ 30 അവേഴ്സൊക്കെ ആയി പോകുമ്പോൾ അതിൽ വരെ പോലീസ് ഡീപ്പോർട്ട് ചെയ്ത കേസൊക്കെ ഉണ്ടെന്ന് അങ്ങനെയൊക്കെ സ്റ്റുഡൻസ് പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു ഗവൺമെൻറ് ഞങ്ങൾ ഇനി ഇതൊക്കെ അങ്ങോട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറയുകയാണെങ്കിൽ
പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് ഇപ്പോൾ അമേരിക്കയിലെ ഗവൺമെൻറ് പറയുന്നത്, റിപ്പബ്ലിക്കൻസ്. സോ ഈ ഒരു ട്രംപ് പ്രസിഡൻ്റായ ഫസ്റ്റ് സമയത്ത് തന്നെ അവർ ടാക്സിൽ നല്ല രീതിയിലൊന്ന് കൈവച്ചു. അതായത് എല്ലാ കൺട്രീസിനും അത്യാവശ്യം നല്ല രീതിയിൽ ടാക്സ് അങ്ങ് കൂട്ടിക്കൊടുത്തു. അതായത് അമേരിക്കയിലൂടെ ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിനും അത്യാവശ്യം നല്ല രീതിയിൽ ടാക്സ് കൂട്ടിക്കൊടുത്തു. അതുപോലെ തന്നെ ഇമിഗ്രേഷൻ റൂളിലും അവർ നല്ല രീതിയിലുള്ള റൂൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ചെക്കിംഗ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ചെക്കിങ്ങിന് മുമ്പേ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യമാണ്, അതായത് നമ്മൾ എന്താ പറയുക, ഈ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ ദിവസവും ഏകദേശം $998 ഫൈനായിട്ട് വരിക. അതായത് നമ്മുടെ നാട്ടിലെ 85,000 രൂപ ഓരോ ദിവസം നമുക്ക് ഫൈനായിട്ട് വരും. ഇനിയിപ്പോൾ ഫൈൻ അടയ്ക്കാൻ പൈസ വേണ്ട, ഈ പൈസ ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ ജയിലിലടയ്ക്കും എന്നൊക്കെയാണ് ആ റൂള് പറയുന്നത്. അതായത് ഓവർ സ്റ്റേ ഒക്കെ ചെയ്താൽ അങ്ങനെ പ്രിസണൊക്കെ പോകേണ്ടി വരുന്നത്. പക്ഷേ ഇതെല്ലാം പോസിബിൾ ആവുമെന്ന് ഞാൻ പറയുന്നില്ല. ഫുൾ 100% ഒരിക്കലും അവർക്ക് അത് ചെയ്യാനും പറ്റില്ല. പക്ഷെ എന്നാലും സിമ്പിൾ പറയാം, അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ ടൂറിസ്റ്റ് വിസ ലക്ഷങ്ങൾ കൊടുത്തിട്ട് എടുക്കുന്നുണ്ട്, എന്നിട്ട് അമേരിക്കയിൽ പോകാൻ നോക്കുന്നുണ്ട്. സിമ്പിൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ടൂറിസ്റ്റ് വിസ ഡോക്യുമെൻറ്റേഷൻ എല്ലാം കൂടെ കഴിഞ്ഞ വിസ ഫീസ്, ഡോക്യുമെൻറ്റേഷൻ എന്തോ ആട്ടെ, വിസ ഫീസ് ജസ്റ്റ് ഏകദേശം 16,000-17,000 രൂപ അത്രത്തോളം വിസ ഫീസ് വരുന്നുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ഒരിക്കലും 5-6 ലക്ഷം രൂപ കൊടുത്ത് ടൂറിസ്റ്റ് വിസ, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയ്ക്കൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ടൂറിസ്റ്റ് വിസ എടുക്കുന്നുണ്ട്. എന്നിട്ട് അമേരിക്കയിൽ പോകാൻ 10 വർഷത്തേക്ക് നമുക്ക് അവിടെ നിൽക്കാമെന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷേ ഇനി അങ്ങോട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഇല്ലീഗലായിട്ട് പോകുന്നവർ ഇഷ്ടംപോലെ ആൾക്കാർ മെക്സിക്കോ വഴിയും അങ്ങനെയൊക്കെ പാക്കേജ് പോലെ കൊണ്ടുപോകുന്നവരുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ പോയി രക്ഷപ്പെട്ട കുറേ ആൾക്കാരുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷേ ഇനി അങ്ങോട്ട് കുറച്ച് ടൈറ്റ് ആയിരിക്കും. ഈ ഒരു റിപ്പബ്ലിക്കൻസ് അധികാരത്തിൽ ഉള്ളിടത്തോളം കാലം നമുക്കൊരു നോർമൽ പേപ്പർ കിട്ടുക എന്ന് പറയുന്നത് ടാസ്ക്കാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. പിന്നെ അതായത് നമുക്ക് പോകാൻ ചിലപ്പോൾ റെഫ്യൂജി വിസയിലൊക്കെ എന്താ മനുഷ്യാവകാശമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ നിൽക്കാൻ പറ്റും. പക്ഷേ തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് വരണ്ടേ? അതായത് നമുക്ക് നമ്മുടെ നാട്ടിലോട്ട് വരണമെങ്കിൽ ഓക്കെ, നമുക്ക് ജസ്റ്റ് ടിക്കറ്റ് എടുത്ത് പോന്നാൽ മതി. പക്ഷേ പിന്നെ തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റില്ല. അതാണ് പ്രോബ്ലം. സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ റെഫറൻസ് കൊടുക്കാം. പറ്റുന്നവർ മാക്സിമം ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, സീ യു. പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.